സമ്പൂർണ്ണ ശാരീരിക മാനസിക സാക്ഷാത്കാരവും രോഗവിമുക്തിയുമാണ് ആരോഗ്യം എന്നതുകൊണ്ട് വൈദ്യശാസ്ത്രം വിവക്ഷിക്കുന്നത്. പാരമ്പര്യവും പരിതസ്ഥിതിയും പോഷണക്കുറവും അതിപോഷണവും രോഗങ്ങളുടെ ഉറവിടങ്ങളാകുന്നിടത്താണ് ആധുനിക ആതുരാലയങ്ങളുടെ പ്രസക്തി. ക്രിസ്തുവിനു മുമ്പ് ജീവിച്ചിരുന്ന ഹിപ്പോക്രാറ്റസ് ആണ് ഹൃദയത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചത് എന്ന് പാശ്ചാത്യ ലോകം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മോഡേൺ മെഡിസിൻ്റെ പിതാവായി പ്രതിഷ്ഠിച്ചത്. എന്നാൽ ഹിപ്പോക്രാറ്റസിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ചരക മഹർഷി അദ്ദേഹത്തിൻ്റെ ചരക സംഹിതയിൽ ഹൃദയരോഗങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ചരകനിൽ നിന്നും വൈദ്യശാസ്ത്രം 3000 വർഷം പിന്നിടുമ്പോൾ അതേ ഭാരതത്തിൻ്റെ മണ്ണിൽ മനുഷ്യഹൃദയങ്ങൾ പരസ്പരം പറിച്ചു നടാമെന്ന് തെളിയിക്കുക കൂടി ചെയ്ത അപൂർവമായൊരു വ്യക്തിത്വം പിറവിയെടുത്തു. പത്മശ്രീ ഡോക്ടർ KM ചെറിയാൻ. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിനിടയിൽ അതിവിദഗ്ധരും ആരോഗ്യശാസ്ത്രത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ളവരുമായ ലോകത്താകമാനമുള്ള 20 ഡോക്ടർമാരിൽ ഒരാളായാണ് ഗൂഗിൾ ഡോക്ടർ KM ചെറിയാനെ വൈദ്യശാസ്ത്ര കുതികൾക്ക് പരിചയപ്പെടുത്തിയത്. स्पेशल रिपोर्ट में आपका स्वागत है। एक दिल ने 2 शहरों की लाखों धड़कनों को जोड़ दिया। एक दिल की धड़कन को बचाने के लिए 2 शहरों ने पेश की इंसानियत की मिसाल। देखिए बेंगलोर टू चेन्नई, एक दिल का सफर। दौड़ती रही एक एम्बुलेंस, उसमें धड़कता रहा एक दिल। खाली रोड पर 47 मिनट में पूरा किया 54 किलोमीटर का सफर। व्यस्ततम जंक्शन से इस एम्बुलेंस को होकर गुजरना था। अगर हम आपको एक ट्रैफिक की बानगी दिखाने की कोशिश करें तो तस्वीरें में देख सकते हैं। अभी हम खड़े हैं कावेरी जंक्शन जो है, कावेरी थिएटर जंक्शन पर, और यहाँ पर जो ट्रैफिक है बेल्लारी रोड यानी एयरपोर्ट रोड जाने के लिए सिर्फ 4 किलोमीटर, यहाँ से 3 से 4 किलोमीटर की दूरी तय करनी पड़ती है, लेकिन अमूमन 25 से 30 मिनट का वक्त सिर्फ जाया हो जाता है यहाँ से 4 किलोमीटर की दूरी तय करने के लिए। लेकिन एक कोऑर्डिनेटेड एफर्ट था, एक सूझबूझ का परिचय ट्रैफिक पुलिस ने दिया था, एक एस्कॉर्ट लगाई गई इस एम्बुलेंस के सामने, और इस पूरी दूरी को इस एक കർണാടകയും തമിഴ്നാടും ഒരു ഇന്റർ സ്റ്റേറ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. 1. 2, സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഹാർട്ട് കൊണ്ടുവന്നതുകൊണ്ട് ആകെപ്പാടെയുള്ള സമയം, അതായത് അവിടെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ രണ്ടാമത് ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 2 hours and 40 minutes ഉള്ളൂ. നോർമലായിട്ട് അപ് ടു 4 hours, ഞങ്ങൾ ഇസ്കീമിക് ടൈം എന്ന് പറയുന്നത് 4 hours യൂസ് ചെയ്യാം. അപ് ടു ദാറ്റ് ക്യാൻ ബി ടോളറേറ്റഡ്. चेन्नई पहुंचकर अब दिल को अस्पताल पहुंचाने की चुनौती थी। दूरी सिर्फ 12 किलोमीटर की थी, लेकिन सामने था चेन्नई का भारी ट्रैफिक। अरे मेरे हार्ट के जो ट्रांसप्लांटेशन करते हार्ट करते सार उड़ने को हर चलते हैं ना ऑपरेशन में नല്ലபடியா ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ 4 പ്രാവശ്യം ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ് ഒരേ ട്രീറ്റ്മെന്റ്. ക്രിസ്മത്തിനു ശേഷം ഫ്രോണ്ടിയർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ ഇതുപോലുള്ള ഒരു ശസ്ത്രക്രിയ കൂടി നടന്നു. ബാംഗ്ലൂരിൽ വാഹനാപകടത്തിൽ മരിച്ച തമന്ന എന്ന 3 വയസ്സുകാരിയുടെ ഹൃദയം 2 വയസ്സുള്ള കുഞ്ഞിനാണ് നൽകിയത്. ഇത്രയേറെ ഇളം പ്രായത്തിലുള്ള കുഞ്ഞിന് ഹൃദയം മാറ്റിവെക്കുന്നത് ഇന്ത്യയിൽ ആദ്യമാണ്. ഭൂഗോളത്തിന്റെ പല ഭാഗത്തായി വേദന തിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം രോഗികളുടെ ശസ്ത്രക്രിയകളിൽ നേരിട്ടും അല്ലാതെയും ഡോക്ടർ ചെറിയാന്റെ മനസ്സറിഞ്ഞ സ്പർശനമുണ്ടായി. ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയെത്തുമ്പോഴും ജീവിതത്തിൻ്റെ വിവിധ തട്ടുകളിലുള്ള പ്രതീക്ഷ കൈവിട്ട ഹൃദയങ്ങളുടെ മുറിവ് ഉണക്കാനാണ് ഡോക്ടർ ചെറിയാന്റെ കൈകൾ ദൈവം പറഞ്ഞയച്ചതുപോലെ പറന്നെത്തിയത്. I want to incorporate modern allopathic clinical medicine with regenerative medicine, what we call today the biohospital concept. ഇനിയുള്ള നാളുകളിൽ
ആലപ്പുഴയുടെ പ്രതീക്ഷ കൂടിയാവുകയാണ് ഈ ദൈവിക കരങ്ങൾ. അതേ കരങ്ങളാണ് ഇനി ചെങ്ങന്നൂരിൻ്റെ, കല്ലിശ്ശേരിയുടെ, മലയാളക്കരയുടെ സാന്ത്വന സ്പർശം. ലോകത്ത് ജീവിക്കാൻ വേണ്ടി പോരാടുന്ന അശരണരുടെയും കുഞ്ഞുങ്ങളുടെയും അതിജീവനത്തിന് വേണ്ടി അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകളുടെ ഭാഗമാണ് ഡോക്ടർ KM ചെറിയാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ബയോ ഹോസ്പിറ്റൽ എന്ന ഈ ഉദ്യമം. ഇന്ന് 2016 സെപ്റ്റംബർ 4. കേരളക്കരയിലെ സുപ്രധാന നിമിഷങ്ങളാണ് ഇവിടെ പിറവിയെടുക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ബയോമെഡിക്കൽ സംവിധാനങ്ങളുള്ള ആതുരാലയത്തിന് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ തുടക്കം കുറിക്കുന്നു. വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മുഹൂർത്തങ്ങളിലൂടെ കൗമാരവും യൗവനവും ഉരുക്കി പടുത്തുയർത്തിയ രാഷ്ട്രീയ വിജയത്തിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. വില്ലാളി വീരൻ അർജുനന്റെ പര്യായ പദങ്ങളിൽ ഒന്നായ വിജയൻ ഇന്ന് രാഷ്ട്രീയ ധീരതയുടെ പേരായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. പൊതുസമ്മതി എന്ന സമ്പത്തിനോടൊപ്പം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുന്നേറുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന് ചെങ്ങന്നൂരിന്റെ അഭിവാദ്യങ്ങൾ. ആലപ്പുഴക്കാർക്ക് എന്നും പ്രിയങ്കരനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകളാണ് ഈ അവസരത്തിൽ ശക്തി പകരാനെത്തുന്നത്. സുസ്വാഗതം ശ്രീ രമേശ് ചെന്നിത്തല. ഇവിടെ സാന്നിധ്യം കൊണ്ട് നിറയുന്ന നിരവധി മഹത് വ്യക്തിത്വങ്ങളുണ്ട്. പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ, ജലസംരക്ഷണ മന്ത്രി മാത്യു T. തോമസ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, അഡ്വക്കേറ്റ് KK രാമചന്ദ്രൻ പിള്ള MLA, ശ്രീമതി വീണ ജോർജ് MLA, CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, തിരുവണ്ടൂർ പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി ജലജ രവീന്ദ്രൻ. എല്ലാവരും ഡോക്ടർ ചെറിയാനെയും KMC മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെയും അനുമോദിക്കാനെത്തിയവരാണ്. ഇങ്ങനെ എല്ലാവരും ഹൃദയപൂർവ്വം സ്നേഹം ഞങ്ങളും പങ്കുവയ്ക്കുന്നു. ഡോക്ടർ KM ചെറിയാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ബയോ ഹോസ്പിറ്റൽ.